എല്ലാവർക്കും പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, വിഭവ വിനിയോഗവും സുസ്ഥിരതയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, കുറച്ച് ലോകധാതുക്കളും അലോകധാതുക്കളും പിന്നെന്താണ് ഇന്ത്യയിലെ ധാതു സമ്പത്തും അതിനൊക്കെ പറ്റിയാണ് നമ്മളതിൽ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അതും തന്നെ എന്താണ്, ഒരു സ്വർണ്ണക്കന്നിയുടെ പിക്ചറാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ സ്വർണ്ണക്കന്നി ഏതാണ് നമ്മുടെ KGF എന്ന് പറയുന്നത്, നമ്മൾ സിനിമയിലെ കണ്ടില്ലേ KGF ഇല്ലേ, നമ്മുടെ കർണാടകയിലെ കൊലാർ എന്താണ് ഗോൾഡ് ഫീൽഡ്. ഓക്കെ, അതിനെപ്പറ്റി അതെങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതെന്നും അവിടുത്തെ ധാതു സമ്പത്ത്, അതായത് നമ്മുടെ സ്വർണ്ണ നിക്ഷേപം അവിടെ കണ്ടെത്തിയ ബ്രിട്ടീഷുകാർ എങ്ങനെയാണെന്ന് കണ്ടെത്തിയതെന്നും ഒക്കെയാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നത് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണക്കനിയാണിത്. ഓക്കെ, അപ്പോൾ കൊലാറിനെ പറ്റിയുള്ള ആദ്യത്തെ പോയിന്റാണ് എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പിന്നെന്താണ് വലിപ്പമേറിയ സ്വർണ്ണക്കനിയാണിത്. 1804 ജോൺ വാറൻ, ആ പേര് ഓർത്ത് വെച്ചോ, ജോൺ വാറൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. ഏത് വർഷമാണ്? 1804. ഓക്കെ, ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെയാണ് കർണാടകയിലെ ഉറിംഗം എന്ന ഗ്രാമം, കറക്റ്റ് എക്സാക്റ്റ് സ്ഥലത്തോടെയാണ് ഉറിംഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കൊലാർ ഗോൾഡ് ഫീൽഡ്സിനെ പറ്റിയുള്ള ആദ്യത്തെ, ആ സ്വർണ്ണക്കനിയെ പറ്റിയുള്ള ആദ്യത്തെ പഠനം നടത്തുന്ന വ്യക്തിയാണ് ജോൺ വാറൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ജോൺ വാറൻ ഏത് വർഷം? 1804. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ധാതു സമ്പത്തിനെ പറ്റിയൊരു വിഭവ ഭൂപടം കണ്ടെത്തുകയും അവിടെ ഒരുപാട് സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. 1804 ആ വർഷം ഓർത്തോണം. പേരെന്താണ്? ജോൺ വാറൻ. പിന്നെ ആ ഗ്രാമത്തിൻ്റെ പേരുടെയാണ് കർണാടകയിലെ ഉറിംഗം എന്ന ഗ്രാമത്തിലാണ് ഈ സ്വർണ്ണക്കനി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു KGF. ഓക്കെ, എന്താണ് കൊലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഓക്കെ, പിന്നീട് KGF എന്ന പേര് അവിടെ നൽകി. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കാലയളവ് തന്നിട്ടുണ്ട്. 880 മുതൽ 956 വരെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഖനനം നടക്കുകയും 800 ടണ്ണിലധികം സ്വർണ്ണം അവിടെ നിന്ന് കുഴിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, കോലാർ ഗോൾഡ് ഫീൽഡ്സ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോലാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യവസായിക നഗരങ്ങളിൽ ഒന്നായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഖനനം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആ ഒരു ഗ്രാമവും വികസിക്കും. ആ ഗ്രമങ്ങൾ നഗരങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു ഒരു ഖനനം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയും ആ ഒരു പ്രദേശം വികസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഖനി കാരണം ആ ഒരു പ്രദേശത്തെ ഒരു വളർച്ചയ്ക്കും കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരെയൊക്കെ പേര് പറഞ്ഞു? ജോൺ വാർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞു. 1804 അദ്ദേഹം ഉറിംഗം എന്ന ഗ്രാമത്തിൽ വിഭവ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഗവേഷണം നടത്തി. അതിൻ്റെ ഭാഗമായി അവിടെ ഒരുപാട് സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുകയും പിന്നീട് അതിൻ്റെ KGF കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്ത് അവിടെ സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നും പറഞ്ഞു. പിന്നെ ആ ഒരു സ്വർണ്ണക്കനി കാരണം ആ ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം, ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അപ്പോൾ ഒരു വ്യവസായം അവിടെ ഉയർന്നു വന്നപ്പോൾ ആ ഒരു പ്രദേശം അതിനനുസരിച്ച് വളർന്നു എന്നാണ് പറയുന്നത്. അടുത്ത സ്വർണത്തിൻ്റെ ആവശ്യങ്ങളാണ്. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം ആഭരണങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതിവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും അറിയാമെന്നുള്ള പോയിന്റാണ്. ആഭരണ നിർമ്മാണത്തിന് നമുക്ക് സ്വർണം വേണം, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോയിന്റാണ്. പിന്നെന്താണ്? വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്. ഓക്കെ, അപ്പോൾ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഔഷധ നിർമ്മാണത്തിനും ഒന്ന് ഓർത്ത് വെച്ച് എല്ലാവർക്കും കിട്ടുന്നൊരു പോയിന്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചാൽ ഔഷധ നിർമ്മാണം ഒരു കൂടുതൽ പേർക്ക് അറിയില്ല ഈ ഔഷധ നിർമ്മാണത്തിന് സ്വർണ്ണം ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് കിട്ടും ആഭരണ നിർമ്മാണം അറിയാമെന്നുള്ള പോയിന്റ് ആണ്. അടുത്ത വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം. പിന്നെ ഔഷധ നിർമ്മാണം. ഔഷധങ്ങളുടെ നിർമ്മിക്കുന്നതിന് സ്വർണ്ണം ഉപയോഗിക്കുന്നു. ഓക്കെ, അത് ഓർത്ത് വെച്ചോ. അപ്പോൾ അടുത്ത മാനവ വിഭവം. അതായത് മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണി,
പിന്നെന്താണ് സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ എന്താണ് മനുഷ്യരെ വിഭവമായി പരിഗണിക്കുന്നു. ഓക്കെ, അപ്പോൾ മാനവ വിഭവം എന്താണ്ടാ മനുഷ്യന് എന്താണ് ഒരു വിഭവങ്ങളാണ്. ഓക്കെ, മനുഷ്യൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് എന്താണ് കഴിവും ബുദ്ധി ഉപയോഗിച്ച് എന്താണ് പുതിയ കാര്യങ്ങൾ തന്നെ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്താണ് മനുഷ്യരെ എന്താണ് വിഭവങ്ങളായി കണക്കാക്കാം, മനുഷ്യരെയും വിഭവങ്ങളായി കണക്കാക്കാം. ഓക്കെ, അപ്പോൾ മാനവ വിഭവം എന്താണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തെന്താണ് സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയവ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്വർണ്ണവും ഇരുമ്പും വെള്ളിയൊക്കെ എന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ്. അവ എന്താണ്ട് നമുക്ക് പല ആവശ്യങ്ങൾക്ക് എന്താണ് അവ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വായുവും മണ്ണും ജലവും ഒക്കെ എന്താണ് അതും വിഭവങ്ങളാണ്, നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് നമുക്ക് എന്താണ്ട് ധാരാളം കാര്യങ്ങൾക്ക് എന്താണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്ട് പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ നിന്ന് ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും പിന്നെന്താണ് സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെ വിഭവം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വിഭവത്തിന് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ് വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റാം. അടുത്തെന്താണ് ഇവ എന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭ്യവുമാണ്, പിന്നെ എന്താണ് സാങ്കേതികമായി പ്രാപ്യവുമാണ്, സാംസ്കാരികവുമായി സ്വീകാര്യവുമാണ്. ഏതൊന്നിനെ തന്നെ വിഭവങ്ങളെന്ന് ലഭിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. മനുഷ്യൻ്റെ എന്താണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെ എന്താണ് വിഭവങ്ങളെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല അറിവും ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങൾ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ജലവും വായു മണ്ണും എന്താണ്ടാ ഭൗതിക വസ്തുക്കളാണ്, അത് വിഭവങ്ങളാണ്. ഓക്കെ, വിഭവങ്ങളാണ്. എന്നാൽ എന്താണ് നമ്മുടെ ആരോഗ്യവും അറിവും എന്താണ്ടാ എന്നിവയും വിഭവങ്ങളാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ് നമുക്ക് അറിവും ആരോഗ്യം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ അറിവും ആരോഗ്യം എന്താണ്ടാ അത് വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്, അറിവും ആരോഗ്യവും. ഓക്കെ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെ വിഭവമാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ എന്താണ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്താണ് സമയവും നമ്മുടെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെ എന്താണ് വിഭവങ്ങളാക്കി മാറ്റാം. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവങ്ങളായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് മനുഷ്യൻ്റെ കഴിവും നൈപുണ്യമൊക്കെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് മനുഷ്യനെ എന്താണ് വിഭവങ്ങളാക്കി കണക്കാക്കാം. അടുത്തെന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കുറച്ച് വിഭവങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ വിഭവങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അതായത് ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായി രണ്ടായി തരംതിരിക്കുക. ഒന്നെന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും ഒന്നെന്താണ് മനുഷ്യനിർമ്മിതവും. ഓക്കെ, അപ്പോൾ വിഭവങ്ങളെ അവ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുക. ഒന്നെന്താണ് പ്രകൃതി വിഭവങ്ങളെന്നും പിന്നെ രണ്ടാമത്തെ എന്തായിരിക്കും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവ പിന്നെ എന്താണ് മനുഷ്യൻ നിർമ്മിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് മനുഷ്യൻ നിർമ്മിക്കുന്നത്. ഓക്കെ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏതൊക്കെയുണ്ടാ നമ്മുടെ വായു, ധാതുക്കളും മണ്ണ് ഒക്കെ എന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതവിടെ ഉണ്ട്, ആരും നിർമ്മിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ എന്താണ്ടാ റോഡ്, യന്ത്രങ്ങൾ. ഓക്കെ, മനുഷ്യൻ നിർമ്മിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ റോഡും യന്ത്രങ്ങളൊക്കെ. ഓക്കെ, പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത്? അതായത് നമുക്ക് എന്താണ്ട് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് നേരിട്ട് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ എന്താണ് നേരിട്ട് നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്താണ്ട് ഉപയോഗിക്കും തോറും എന്താണ്ടാവുക കുറഞ്ഞു പോകും. ഓക്കെ, അവ ഉപയോഗിക്കും തോറും എന്താണ് തീർന്നു പോകാനും സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്വർണം ഖനനം ചെയ്യുമ്പോൾ എന്താണ്ടാ അവിടെ നിക്ഷേപമുള്ള മൊത്തം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് അവിടെ കാണില്ല. പിന്നെന്താണ് ആ ഒരു പ്രദേശം പിന്നെ ഉപയോഗശൂന്യമാവും. ഓക്കെ, അത് തന്നെ കൊടുത്തിങ്ങനെ ഉപയോഗിക്കുന്നതോടെ തീർന്നു പോകുന്നു പ്രകൃതി വിഭവങ്ങൾ. പിന്നെ എല്ലായിടത്തും ലഭ്യമല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പെട്രോളിയത്തിൻ്റെ കേസ് പറഞ്ഞാൽ പെട്രോളിയം എന്താണ്ട് എല്ലാ നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണില്ല. അത് പ്രത്യേക ഒരു സ്ഥലങ്ങളിൽ മാത്രമേ അതിൻ്റെ നിക്ഷേപം കാണത്തുള്ളൂ. അത് ഉപയോഗിക്കുന്നതോറും എന്താണ്ട് അവ തീർന്നു പോകും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതോറും എന്താണ് അവിടെ ആഡ് ഓൺ ചെയ്യുന്നില്ല, അവ തീർന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി വിഭവങ്ങൾ ഒരു പ്രശ്നങ്ങൾ. എല്ലായിടത്തും ലഭ്യമല്ല. ഉപയോഗിക്കുന്നതോറും എന്താണ്ട് ഈ പ്രകൃതി വിഭവങ്ങൾ തീർന്നു പോകും. ഓക്കെ, അടുത്തെന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു ഉപയോഗിക്കുന്നതോറും തീർന്നു പോകും എന്നൊരു കേസ്. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ചിലതെന്താണ്ട് ഉപയോഗിക്കുന്നതോറും തീർന്നു പോകും, ചിലതെന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഉപയോഗിച്ചാലും നമ്മൾ തീർന്നു പോകാത്തതുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കുക. എന്തായിരിക്കും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. നമ്മൾ ആദ്യം വിഭവങ്ങളെ മൊത്തത്തിൽ വിഭവങ്ങളെ എവിടെ നിന്ന് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചു. ഒന്നെന്താണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും രണ്ടെന്താണ്
മനുഷ്യൻ നിർമ്മിക്കുന്നത്. റോഡ്, യന്ത്രങ്ങൾ അത് ഉദാഹരണങ്ങളാണ്. വായു, മണ്ണ്, ജലം, പിന്നെ നമ്മൾ പെട്രോളിയം, സ്വർണം, അതൊക്കെ എന്താണ് പ്രകൃതി വിഭവങ്ങളാണ്. ഈ പ്രകൃതി വിഭവങ്ങളിൽ പറയുമ്പോൾ നമ്മളൊരു പ്രശ്നമുണ്ട്. എന്താണ്? ചിലതെന്താണ്ടാ നമുക്ക് ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്നു, ചിലതെന്താണ് നമുക്ക് എത്ര ഉപയോഗിച്ചാലും തീർന്നില്ല, അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു പ്രകൃതി വിഭവങ്ങളെ. എങ്ങനെയാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും. പേര് തന്നെ കിട്ടും, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്താണ് ഉപയോഗിക്കുന്നതോറും എന്താണ് തീർന്നു പോകുന്നില്ല, ആഡവൻ ചെയ്തുകൊണ്ടിരിക്കും. അടുത്തെന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. ഓക്കെ, അതായത് ഉപയോഗിക്കുന്നതോറും എന്താണ് തീർന്നു പോകും. അപ്പോൾ എന്താണ് ഒരു മിതമായ അളവിൽ ഉപയോഗിക്കണം. അതായത് നാളേക്കും കൂടി വേണ്ടി എന്നുള്ള ഒരു ഇതിൽ മിതമായ അളവിൽ എന്താണ് അവ ഉപയോഗിക്കണം. ഓക്കെ, നമുക്ക് വായിക്കാം. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ആദ്യം പറഞ്ഞു എന്താണ് ഉപയോഗിച്ചാലും തീർന്നു പോയില്ല, വീണ്ടും വീണ്ടും എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതാണ് ഇവ. അതായത് നമ്മുടെ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയാണ് ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണം. ഓക്കെ, ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഏതൊക്കെയാണ്? സ്വർണം, ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം. ഇവ എന്താണ് ഉപയോഗിക്കുന്നതോറും എന്താണ്ട തീർന്നു പോകും. അപ്പോൾ എന്താണ് നമുക്ക് നാളത്തെ തലമുറയ്ക്ക്, വരും തലമുറയ്ക്കും കൂടെ വേണ്ടി എന്താണ് കരുതി ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത സൈഡിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. നമ്മളൊരു PSC പലതവണ ചോദിച്ചിട്ടൊരു കറണ്ട് അഫെയർ പോയിന്റാണ്. ഇപ്പോൾ അതിനൊരു GK പോയിന്റായിട്ട് മാറിയിട്ടുണ്ട്. നോക്കാം. സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. ആ പേര് വായിക്കുമ്പോൾ തന്നെ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും ഏത് എയർപോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതായത് സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി. ഓർത്തോളണം. അപ്പോൾ എന്താണ് സൗരോർജ്ജം ഉപയോഗിച്ച് പൂർണ്ണമായും സൗരോർജ്ജം, അതായത് അവിടുത്തെ എല്ലാ ആവശ്യങ്ങൾക്കും എന്താണ് സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നത്. അതായത് സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി. ഓക്കെ, എന്താണ് പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്. എന്താണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി. പിന്നെന്താണ് നമ്മുടെ പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളവുമാണ് കൊച്ചി. അപ്പോൾ കൊച്ചി എയർപോർട്ടിനെ പറ്റി 2 പോയിന്റാണ് പഠിച്ചത്. രണ്ടും PSC ചോദിച്ചിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്താണ് മുംബൈ ഹൈ. ഓക്കെ, മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ. ഓക്കെ, ഇതൊരു പെട്രോളിയം നിക്ഷേപമുള്ള അറബിക്കടലിലെ ഒരു മേഖലയാണ്. നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിയം ഖനനം നടത്തുന്ന പ്രധാന ഒരു എണ്ണപ്പാടമാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? കറക്റ്റ് ദൂരം വരെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചേ പറ്റൂ. 160 കിലോമീറ്റർ അകലെയാണ്. എവിടെയാണ്? അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടൽ. ഓക്കെ, അടുത്തെന്താണ്? അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം ആർക്കാണ്? ONGCക്കാണ്. ONGC, അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുംബൈ ഹൈ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇതെന്നാണ് കണ്ടെത്തിയത്? ഇവിടെ പെട്രോളിയം നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയ വർഷം എന്നാണ്? 1974. 1974. ഇത് ആരുടെ കീഴിലാണ് ഇപ്പോൾ? ONGCയുടെ കീഴിലാണ്. ONGCയുടെ ഫുൾ ഫോം എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. അപ്പോൾ ONGCയുടെ കീഴിലാണ് നമ്മുടെ മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. 1974 ഇവിടുത്തെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. പിന്നെന്താണ്? ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈ. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ഖനനം. അപ്പോൾ എന്താണ് ഖനനം? ഭൗമോപരിതലത്തിൽ നിന്നും ഭൗമാന്തർ ഭാഗത്തു നിന്നും മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ്
ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ രണ്ടായി തരംതിരിക്കുക. എങ്ങനെയാണ്? ഉപരിതല ഖനനവും ഭൂഗർഭ ഖനനം. ഓക്കെ, അപ്പോൾ ഖനനം എന്താണ്ടാ ഒന്നെങ്കിൽ ഭൗമ ഉപരിതലത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭൗമ അന്തർഭാഗത്തായിരിക്കും. അവിടെ നിന്നാണ്ടാ കുഴിച്ചെടുക്കുന്ന മൂല്യമുള്ള വസ്തുക്കളെ കുഴിച്ചെടുക്കുന്ന പ്രക്രിയ, അതാണ് ഖനനം എന്ന് പറയുന്നത്. ഖനനത്തെ രണ്ടായി തരംതിരിക്കുക. എന്താണ്? ഉപരിതല ഖനനമുണ്ട്, ഭൗമാന്തർ അതായത് ഭൂഗർഭ ഖനനം ഒന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ. എന്താണ് ഖനനത്തെ രണ്ടായി തരംതിരിക്കുക? എന്താണ്? ഉപരിതല ഖനനം, ഭൂഗർഭ ഖനനം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നേരെ പോകുന്നത് എന്താണ്ട? ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ എന്ന് പറഞ്ഞിട്ട് പോയിന്റിലോട്ടാണ്. നമ്മളെ പഴയ SCERT എന്താണ് 10ാം ക്ലാസ്സിൽ എന്താണ് പഠിച്ച കാര്യമാണ് നമ്മൾ ഇപ്പോഴത്തെ എന്താണ് SCERT 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, ആ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കുറേ പോയിന്റ്സ് എന്താണ് ഈ 8ാം ക്ലാസ്സിലും പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ധാതുക്കൾ എന്താണ്? മിനറൽസ് എന്ന് നോക്കാം. പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. അപ്പോൾ ധാതുക്കൾ എന്താണ്? പ്രകൃതിയിൽ രൂപപ്പെട്ടതാണ്. ഇവയ്ക്ക് എന്തെല്ലാം സവിശേഷത ഉണ്ട്? രാസപരമായ സവിശേഷതയുണ്ട്, ഭൗതികപരമായ സവിശേഷതയുണ്ട്. ഓക്കെ, അടങ്ങിയ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ധാതുക്കൾക്ക് ഉദാഹരണം എന്താണ്? പെട്രോളിയവും ഇരുമ്പയിരും ബോക്സൈറ്റുമാണ്. ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ധാതുക്കൾ എന്താണ്? നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും എന്താണ് സംസ്കരണ പ്രക്രിയയ്ക്ക് ശേഷം മാത്രമാണ് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂവൽക്കത്തിൽ എന്താണ് അയിരിൻ്റെ രൂപത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവ എന്താണ്ടാ നമുക്ക് കുഴിച്ചെടുത്തിട്ട് എന്താണ് ഖനനം ചെയ്തിട്ട് എന്താണ് വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റും. ഖനനത്തിലൂടെ എന്താണ് മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കുഴിച്ചെടുക്കുമ്പോൾ എന്താണ് ഇതിൽ ഒരുപാട് എന്താണ് അപദ്രവ്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. എന്താണ് ലോക ശുദ്ധീകരണ പ്രക്രിയയിൽ എന്താണ് അപദ്രവ്യങ്ങൾ, പിന്നെ ഗ്യാങ്ങുകൾ എന്ന് പറയുന്ന കാര്യങ്ങളും അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അതെന്താണെന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ എന്താണ് ഭൂവൽക്കത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എന്താണ് ധാതുക്കളിൽ എന്താണ് ഒരുപാട് അപദ്രവ്യം, അതായത് മാലിന്യങ്ങളുണ്ട്. ഓക്കെ, അവ എന്താണ് നീക്കം ചെയ്യുന്നതിന് വിവിധ പ്രക്രിയയുണ്ട്, വിവിധ സംസ്കരണ പ്രക്രിയകളുണ്ട്. ഓക്കെ, അതിലൂടെ മാത്രമേ നമുക്ക് എന്താണ്ട് അത് ഉപയോഗിക്കാൻ പറ്റൂ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അടുത്തെന്താണ് ഞാൻ പറഞ്ഞു, ഈ ഒരു ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കളിൽ ഒരുപാട് എന്താണ് മാലിന്യങ്ങളുണ്ട്. ഓക്കെ, ഇവ എന്താണ് അയിരുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ എന്താണ് ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രം അവ ശുദ്ധീകരിച്ച് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നവ എന്താണ്ട അയിരെന്ന് വിളിക്കുന്നു. എന്താണ് അയിരെന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞ ധാതുക്കൾ എന്താണ് പ്രകൃതിയാൽ രൂപപ്പെടുന്നതും എന്താണ് അവയ്ക്ക് എന്താണ് രാസപരമായ സവിശേഷതകളുണ്ട്, ഭൗതികപരമായ സവിശേഷതകളുണ്ട്. ഓക്കെ, ഇവ നമുക്ക് നേരിട്ട് ഒന്ന് കുഴിച്ചെടുത്ത് എന്താണ് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ കിട്ടുന്ന ആ ഭൂവൽക്കത്തിൽ നിന്ന് ഖനനം ചെയ്ത് കിട്ടുന്ന ഈ ധാതുക്കൾ എന്താണ് ഒരുപാട് വേസ്റ്റയിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് എടുത്ത് നേരിട്ട് നമുക്ക് എന്താണ് നമ്മൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് വിവിധ പ്രക്രിയകളുണ്ട് അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ എന്താണ് ഇതിനെന്താണ് അയിരെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് ഈ ധാതുക്കളെ തന്നെ നമ്മൾ എന്താണ് ലോഹധാതുക്കളും അലോഹധാതുക്കളെന്ന് വേർതിരിക്കും. ഓക്കെ, നോക്കാം. ഇതിൽ നിന്നും ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായി തിരിച്ചറിഞ്ഞില്ലേ? അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ടായി തരംതിരിക്കുക. ഓക്കെ, അപ്പോൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും ലോഹത്തിന് സാന്നിധ്യമുണ്ട്, ഇവിടെ ലോഹത്തിന് സാന്നിധ്യം ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെയും പിന്നെന്താണ് ഇവയ്ക്ക് ഒരുപാട് അവയുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഭൗതിക സവിശേഷതകളുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് രണ്ടായി തരംതിരിക്കുന്നു, ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും. ഓക്കെ, ഒന്നാമത്തേതാണ് ലോഹധാതുക്കൾ. ഇരുമ്പിൻ്റെ ലോഹധാതുക്കൾ അവയെ രണ്ടായി വീണ്ടും തരംതിരിക്കുന്നു. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളും ഇരുമ്പിൻ്റെ അംശമില്ലാത്തതും. അടുത്തെന്താണ് അലോഹധാതുക്കൾ രണ്ടായി തരംതിരിക്കുന്നു, ജൈവധാതുക്കളും അജൈവ ധാതുക്കളും. ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്നു എന്താണ് സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ് ഇവ. എന്താണ് ലോഹത്തിൻ്റെ അംശവുമുണ്ട്, ലോഹധാതുക്കൾ എന്ന് പറയുന്നു. എന്താണ് അതൊരു ബേസ് ലോജിക്ക് വെച്ച് നമുക്ക് പറയുന്ന കാര്യം. അടുത്തെന്താണ് സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു കിട്ടുമ്പോൾ എന്താ ഉടനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെയാണ് ഇവ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ച് കിട്ടുന്ന ലോഹം എന്താണ് സാധാരണയായി കടുപ്പമുള്ളതും എന്താണ് തിളക്കമുള്ളവയുമാണ്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനുദാഹരണമാണ്. ഓക്കെ, നമുക്ക് സാധാരണ രീതിയുണ്ട് അലുമിനിയത്തിൻ്റെ ലീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെമിസ്ട്രി പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ നിന്നാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഈ പറഞ്ഞതിന് ഉദാഹരണങ്ങളാണ്.
ഇരുമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇരുമ്പിൻ്റെ അംശമുള്ള എന്നും അംശമില്ലാത്തതെന്നും. ഓക്കെ, ആദ്യം എന്താണ് ഈ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ. ഓക്കെ, എങ്ങനെ കാണപ്പെടുന്നു? ചാരനിറത്തിൽ കാണപ്പെടുന്നു. എന്താണ്? ചാരനിറത്തിൽ കാണപ്പെടുന്നു. പിന്നെ എന്താണ്? ഇരുമ്പിൻ്റെ അംശമുള്ളതാണ്. അപ്പോൾ എന്താണ്? കാന്തിക സ്വഭാവമുള്ളതായിരിക്കും. പിന്നെ എന്താണ്? ഭാര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവമുണ്ട്, പിന്നെന്താണ്? ഇവയ്ക്ക് ഭാരവും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് എന്തായിരിക്കും? നമുക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ്? ഇരുമ്പിൻ്റെ അംശമില്ലാത്തത് എന്തായിരിക്കും? കാന്തിക സ്വഭാവം കാണില്ല, പിന്നെ വെയിറ്റും കുറവായിരിക്കും, പിന്നെ എന്താണ്? വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിക്കുന്നു: ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തതും. ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് എന്താണ് പ്രത്യേകത? ചാരനിറത്തിൽ കാണപ്പെടുന്നു, പിന്നെന്താണ്? കാന്തിക സ്വഭാവം ഉള്ളവയാണ്, പിന്നെന്താണ്? വെയിറ്റും കൂടുതലായിരിക്കും. എന്നാൽ എന്താണ്? നമ്മുടെ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതാണെങ്കിൽ എന്താണ്? വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു, കാന്തിക സ്വഭാവം കാണില്ല, ഇവയ്ക്ക് എന്താണ്? വെയിറ്റും കുറവാണ്. അടുത്ത ഇരുമ്പയിരുകളാണ് പറയുന്നത്. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4 തരംതിരിക്കാം. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, പിന്നെന്താ? ലിമണൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ, ഇങ്ങനെ 4 തരംതിരിക്കുക. ഈ മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരെന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, പിന്നെ എവിടെയാണ്? ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇരുമ്പയിരുകൾ 4 ഉണ്ട്. എന്താണ്? അതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരംതിരിക്കുന്നു. ഒന്ന് നമ്മളെല്ലാം കണ്ടിട്ടുള്ള മാഗ്നറ്റൈറ്റും, പിന്നെന്താണ്? ഹേമറ്റൈറ്റ് കൂടുതൽ പേര് കേട്ടിട്ടുള്ളതാണ്. പിന്നെ എന്താണ്? ലിമണൈറ്റും സിഡറൈറ്റും ചോദിച്ചിട്ടുള്ളതാണ്. അതെന്താണ്? അത് എല്ലാവരും അടിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ലിമണൈറ്റും സിഡറൈറ്റും ഈ 4 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSCയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റിനും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 4 പഠിച്ചു വെച്ചോ. അപ്പോൾ എന്താണ്? നമ്മുടെ ഇരുമ്പിൻ്റെ അയിരുകൾക്ക് ഉദാഹരണം മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ, ഈ മാഗ്നറ്റൈറ്റിനെ എന്ന് പറയുന്നു കറുത്ത അയിരെന്ന് വിളിക്കുന്നു. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരെന്ന് വിളിക്കുന്നു. ഇതിൽ മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടകം, ഗോവ, പിന്നെ എവിടെയാണ്? ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ എന്നീ സംസ്ഥാനങ്ങൾ എന്താണ്ട നല്ല ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നു. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ലോഹധാതുക്കൾ പറഞ്ഞു. ലോഹധാതുക്കൾ എന്താണ്? 2 വീണ്ടും തരംതിരിക്കുന്നു. ലോഹധാതുക്കൾ എന്താണ്? പ്രകൃതിയാലുള്ളതും അവയ്ക്ക് അവയുടേതായ സവിശേഷതകളുണ്ടെന്നും പറഞ്ഞു. ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെന്നും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതെന്നും പറഞ്ഞ് നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തു. അവിടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. പ്രത്യേകത എന്താണ്? നമുക്ക് ലോജിക്ക് വെച്ച് അടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ചാരനിറത്തിൽ കാണപ്പെടുന്നു, പിന്നെ വ്യത്യസ്ത നിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുണ്ട്, കാന്തിക സ്വഭാവമില്ല. വെയിറ്റ് കൂടുതലാണ്, മറ്റേതെന്താണ്? വെയിറ്റ് കുറവാണ് നമ്മളൊക്കെ പറഞ്ഞു. ഒരു ബോക്സിൽ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ 4 ഇരുമ്പയിരിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചു. അടുത്തെന്താണ്? അലോഹധാതുക്കൾ. ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ലോഹത്തിൻ്റെ അംശം അവിടെ ഇല്ല. അലോഹധാതുക്കൾക്ക് കാഠിന്യവും തിളക്കവും വഴക്കവും തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവാണ്. കാരണം ലോഹമില്ല, ലോഹത്തിൻ്റെ അംശമില്ലാത്തതാണ് കാഠിന്യവും കുറവാണ്, തിളക്കവും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വഴക്കവും കുറവായിരിക്കും. അത് അടിച്ച് പരത്താനും വലിച്ചു നീട്ടാനൊക്കെ പാടായിരിക്കും. ഓക്കെ, അടുത്തെന്താണ്? ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ വേർതിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അലോഹധാതുക്കൾ എന്താണ്? ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും 2 തരംതിരിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാം. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൽക്കരിയും പെട്രോളിയം എന്താണ്? ജൈവധാതുക്കളാണ്. കാരണം എന്താണ്? അവയിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ലോഹധാതുക്കളുടെ ഉപയോഗം. ഓക്കെ, ആദ്യം എന്താണ്? ലോഹധാതുക്കളെ ഇരുമ്പ് നൽകിയിട്ടുണ്ട്, സ്വർണ്ണം നൽകിയിട്ടുണ്ട്, ചെമ്പ് നൽകിയിട്ടുണ്ട്. ഇരുമ്പ് എന്താണ്? ഇരുമ്പ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സ്വർണ്ണം നമ്മൾ പറഞ്ഞു ഔഷധ നിർമ്മാണത്തിനും വൈദ്യുതോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചെമ്പ് എന്താണ്? ചെമ്പ് എന്തിനു ഉപയോഗിക്കുന്നു? നമ്മുടെ ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക്സ് മേഖലയിൽ ചെമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ വയറുകളുടെ നിർമ്മാണത്തിന് മറ്റും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അലോഹധാതുക്കളായ ഗ്രാഫൈറ്റ് മെയിൻ പോയിന്റ്, പെൻസിൽ നിർമ്മാണത്തിന് ഗ്രാഫൈറ്റ്. പിന്നെ പെട്രോൾ അറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലും മറ്റും പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കളിമണ്ണ് വ്യവസായ മേഖലകളിൽ കളിമണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ലോഹധാതുക്കളുടെ അലോഹധാതുക്കളുടെ ഒരു ഉപയോഗമാണ് ഒരു ബോക്സ് അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ധാതുക്കളെ 2 തരംതിരിക്കുന്നു. ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും പറഞ്ഞു. ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിൻ്റെ അംശം ഉള്ളതും ഇല്ലാത്തതെന്നും വേർതിരിക്കുന്നു. അലോഹധാതുക്കൾ ജൈവിക ധാതുക്കളും പിന്നെ അജൈവിക ധാതുക്കളെന്നും വേർതിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു ധാതു അധിഷ്ഠിത വ്യവസായ മേഖലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഉൽപ്പാദന വ്യവസായം. അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരമായ വിപണിയിൽ വിൽക്കാൻ
ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദന വ്യവസായം. അപ്പോൾ ഉൽപ്പാദന വ്യവസായം എന്താണ്? അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളും ഉപയോഗിച്ച്, അതായത് അത് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും പിന്നെ അതിനാവശ്യമായ എന്താണ് മെഷീനറീസ് ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണിയിൽ വിൽക്കാൻ, അതായത് ദൂരോട്ടുള്ള ഒന്നെങ്കിൽ അടുത്തുള്ള വിപണി അല്ലെങ്കിൽ എന്താണ് അന്താരാഷ്ട്ര മാർക്കറ്റിലോട്ടൊക്കെ വിൽക്കാൻ എന്താണ് ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപ്പാദന വ്യവസായം. അത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്താണ് നമുക്ക് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒന്നെങ്കിൽ നമ്മൾ എന്താണ് പ്രാദേശിക വിപണി, നമ്മൾ അടുത്തുള്ള വിപണിയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി എന്താണ് മൂല്യമുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായമാണ് ഉൽപ്പാദന വ്യവസായം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങളെ പറ്റിയാണ് പറയുന്നത്. ധാതുക്കൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഓരോ ധാതുക്കൾ എന്താണ് ഓരോ സംസ്ഥാനത്ത് അതിൻ്റെ നിക്ഷേപമുണ്ട്. ഓരോ സംസ്ഥാനത്ത് ചിലടത്ത് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, വ്യത്യസ്ത സംസ്കരണ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഓക്കെ, അപ്പോൾ ഇത് വേർതിരിച്ചെടുക്കുന്നത് നമുക്ക് എന്താണ് ഇത് ഖനനം ചെയ്തെടുക്കുന്നവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾക്കെല്ലാം അസംസ്കൃത വസ്തുക്കളാണ് നമ്മൾ ഈ ഖനനം ചെയ്തെടുക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന വ്യവസായങ്ങളെ പ്രധാനമായി താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഈ ഒരു പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഉൽപ്പാദന വ്യവസായങ്ങൾ. ഓക്കെ, ഒന്നെന്താണ് കാർഷിക അധിഷ്ഠിത വ്യവസായം. ഉദാഹരണം എന്താണ്? പഞ്ചസാര വ്യവസായം. അപ്പോൾ പഞ്ചസാര വ്യവസായം എന്താണ്? കാർഷിക അധിഷ്ഠിത വ്യവസായമാണ്. അടുത്തതാണ് ധാതു അധിഷ്ഠിത വ്യവസായം, നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായം പറയുന്നു. പിന്നെ രാസ അധിഷ്ഠിത വ്യവസായത്തിൽ വരുന്ന ഏതൊക്കെയാണ്? പെട്രോളിയം. പിന്നെ എന്താണ്? വനാധിഷ്ഠിത വ്യവസായം, പേപ്പർ വ്യവസായം, അത് നമ്മൾ മരങ്ങളും മുളകളും മുറിച്ചല്ലേ പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, പൾപ്പ് രൂപപ്പെടുത്തുന്നത്. പിന്നെ മൃഗാധിഷ്ഠിതം എന്താണ്? തുകൽ വ്യവസായം, ചെമ്മരിയാടുകളെ. ഓക്കെ, അപ്പോൾ ഉൽപ്പാദന വ്യവസായങ്ങൾ എന്താണ്? എത്ര തരംതിരിക്കുന്നു? കാർഷിക അധിഷ്ഠിത വ്യവസായം, ധാതു അധിഷ്ഠിതമായിട്ടുണ്ട്, രാസ അധിഷ്ഠിതമായിട്ടുണ്ട്, വനാധിഷ്ഠിതമായിട്ടുണ്ട്, മൃഗാധിഷ്ഠിതം. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനം എന്താണ് പറഞ്ഞത്? നമ്മൾ ഉൽപ്പാദന വ്യവസായം എന്തെന്ന് പറഞ്ഞു, അതായത് അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു വിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഉയർന്ന മൂല്യമുള്ള എന്താണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് ഉൽപ്പാദന വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ എന്താണ് ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മളിവിടെ നോക്കിയത്. ഒരു സിമ്പിൾ കാര്യമാണ് നമ്മളിവിടെ നോക്കിയത്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത എന്താണ്? ഖന വ്യവസായം. എന്താണ് ഖന വ്യവസായം? വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ എന്താണ് ഖന വ്യവസായം എന്ന് പറയുന്നത്. ഖന വ്യവസായം, ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഭീമമായ അളവ്. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്താണ് കൂടുതൽ അളവിലാണ് അവിടെ. പിന്നെ എന്താണ് അതിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് ഭയങ്കര വലിപ്പവും ഭാരവും ഉള്ളതുകൊണ്ട് അവയെ ഖന വ്യവസായം എന്ന് പറയുന്നു. ഈ ഖന വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. ഖന വ്യവസായത്തിന് ഉദാഹരണമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ഖന വ്യവസായം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ഹെവി ഇൻഡസ്ട്രി. അതിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും കൂടുതൽ വേണം. അതിൽ ലഭിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് ഭയങ്കര വെയിറ്റും ആയിരിക്കും. ഓക്കെ, വലിയ വെയിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഖന വ്യവസായം. ഖന വ്യവസായത്തിന് ഉദാഹരണമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ, അടുത്തെന്താണ്? നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിൻ്റെ എന്താണ് അടിത്തറയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായം എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ്. ഓക്കെ, അപ്പോൾ ഇരുമ്പ് ഉപയോഗിക്കാത്ത മേഖലകളില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായിക വികസനത്തിന് ഇരുമ്പുരുക്ക് വ്യവസായം വളരെ പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കും. അപ്പോൾ നല്ലൊരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ തന്നെ അടിസ്ഥാന വ്യവസായം എന്ന് പറയാം. കാരണം എന്താണ്? മറ്റ് വ്യവസായങ്ങൾക്ക് എന്താണ് അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ എന്താണ് അടിസ്ഥാന വ്യവസായം. ഈ പറയുന്ന വ്യവസായങ്ങൾക്കെല്ലാം ഒരു ബേസ് ഏതാണ്? നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഓക്കെ, ഇരുമ്പുരുക്ക് വ്യവസായം ഖന വ്യവസായം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇരുമ്പുരുക്ക് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തെ രണ്ട് പേര് നമ്മൾ പറഞ്ഞു. ഖന വ്യവസായം പിന്നെന്താണ്? അതൊരു ധാതു അധിഷ്ഠിത വ്യവസായമാണ്. പിന്നെന്താണ്? നമ്മുടെ അടിസ്ഥാന വ്യവസായമാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യവസായങ്ങൾക്കും എന്താണ് ഒരു അടിസ്ഥാനം, അതായത് അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അതുകൊണ്ട് ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തെ പറ്റി നോക്കാം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം
എന്താണ് പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും എന്താണ് ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവയ്ക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്കിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയും സേവന മേഖലയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരവും ഉയർത്തുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഇരുമ്പുരുക്ക് പ്രധാന പങ്കുവയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായം വഴി നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ സേവന മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്ക് പ്രധാന സപ്പോർട്ട് നൽകുന്നു. ഇതുവഴി ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മേളിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു താങ്ങാണ് നൽകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് അടിസ്ഥാന വ്യവസായം എന്ന് അറിയപ്പെടുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം ഖന വ്യവസായത്തിന് ഉദാഹരണമാണ്. അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് നല്ലൊരു പോയിന്റാണ്. അടിസ്ഥാന വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയൊക്കെ നമുക്കറിയാം. അതിനെ പറ്റിയാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സൈഡിൽ കിടക്കുന്ന ആ ഒരു ബോക്സിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. പഞ്ചവത്സര പദ്ധതി അറിയാം, 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന നമ്മളെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഈ പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു PSC പരീക്ഷയ്ക്ക് ഈ സാധനം ഇല്ലാത്ത എക്കണോമിക്സിൻ്റെ മേഖലയിൽ പഞ്ചവത്സര പദ്ധതി ഇല്ലാത്തൊരു ചോദ്യം പോലും കാണില്ല. ഓക്കെ, നമ്മളെല്ലാവരും പഠിച്ച കാര്യം തന്നെയാണ്. 5 വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ ഒരു 5 വർഷ കാലയളവുണ്ട്. ആ വർഷത്തിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് ഊന്നൽ നൽകി ആ മേഖലയിൽ മേഖലയിൽ കൂടുതൽ സപ്പോർട്ട് നൽകി സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്. ഓക്കെ, നേരെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ തുടക്കകാലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രാചീനകാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോക സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ഓക്കെ, പണ്ട് കാലം തൊട്ടേ നമുക്ക് ഈ ലോക നിർമ്മാണ പ്രക്രിയയിൽ അറിവുള്ളവരായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത് ആ പോയിന്റ് വരികയാണ് 1907 നമ്മൾ ടിസ്കോ എന്ന് പറയും, ജാർഖണ്ഡിൽ എന്ന് പറയും. കറക്റ്റ് സ്ഥലം ഇവിടെ നൽകിയിട്ടുണ്ട്. സാങ്ചി അങ്ങനെയാണ് സാങ്ചി 1974 ടിസ്കോ. അപ്പോൾ 1907 സാങ്ചിയിൽ, അതായത് നമ്മുടെ ജംഷഡ്പൂർ, ജാർഖണ്ഡ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചതോടെയാണ് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1907 നമ്മുടെ ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സാങ്ചിയിൽ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചതോടെയാണ് നമ്മുടെ ആധുനിക ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആധുനിക ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും 1923 കർണാടകയിലെ മൈസൂരിൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് നമ്മുടെ വിശ്വേശ്വരയ്യ സ്ഥാപിച്ച വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ 1907 നമ്മുടെ ജംഷഡ്പൂരിൽ സാങ്ചിയിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചു 1907. പിന്നെ അതിനെ തുടർന്ന് 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചു. പിന്നെ 1923 കർണാടകയിൽ മൈസൂർ ആൻഡ് സ്റ്റീൽ കമ്പനി, അതായത് നമ്മുടെ വിശ്വേശ്വരയ്യ സ്ഥാപിച്ച ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ കമ്പനി ആരംഭിച്ചതോടെയാണ് ഈ ഒരു അടിത്തറ പാകിയത്. ഈ ഒരു 3 കമ്പനികൾ, ഈ ഒരു 3 തുടക്കങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു അടിത്തറ പാകി എന്നാണ് പറയുന്നത്. സ്വതന്ത്രാനന്തരം ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയാം, വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയ രണ്ടാം പഞ്ചവത്സര പദ്ധതി, മഹൽനോബിസ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ തുടങ്ങിയ ഇടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ ആരംഭിച്ചു. ഏതൊക്കെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ പ്രകാരം ഭിലായ് വന്നു, സോവിയറ്റ് യൂണിയൻ ഭിലായിക്ക് സപ്പോർട്ട് ചെയ്തു. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല വന്നു. ബ്രിട്ടൻ്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ ദുർഗാപൂറും വന്നു. അപ്പോൾ ഈ 3 വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് 3 ഇരുമ്പുരുക്ക് ശാലകൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നു. ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഓക്കെ, പിന്നീട് ഇവിടെ നടത്തിപ്പ് ഉത്തരവാദിത്വം നമ്മുടെ സർക്കാർ സ്ഥാപനമായ സെയിൽ, അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ ഭൂപടം നമ്മൾ സ്കൂൾ ഡ്രസ്സിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂപടം നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മെയിനായിട്ട് ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നീ 3 ഇരുമ്പുരുക്ക് ശാലകൾ വന്നു. ഏതൊക്കെ രാജ്യങ്ങളുടെ സപ്പോർട്ടോടെ? ഭിലായ് വന്ന് സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടോടെയാണ്. റൂർക്കേല വന്ന് ജർമ്മനിയുടെ സപ്പോർട്ടോടെയാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂറും വന്നു. ഓക്കെ,
പിന്നീട് എന്താണ് ഇവിടെ ഏറ്റെടുപ്പ് എന്താണ് നമ്മുടെ സെയിൽ, അതായത് നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് എന്താണ് ഇപ്പോൾ എന്താണ് നല്ല രീതിയിൽ നടന്നു പോകുന്ന എന്താണ് 3 ഇരുമ്പുരുക്ക് ശാലകളാണ്. ഇവയ്ക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ എന്താണ് വലിയൊരു പങ്കാണ് ഇവിടെ വഹിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് തിരിച്ചറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒഡീഷ നോക്കിയാണ് ഒഡീഷ സംസ്ഥാനത്തുള്ള എന്താണ് പ്രധാന റൂർക്കേല നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താണ് കെന്ദുധാർഗഡ്, പിന്നെന്താണ് പാരാദ്വീപ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഒഡീഷയ്ക്ക് എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയിൽ ഒഡീഷ എന്ന സംസ്ഥാനത്തിൻ്റെ പങ്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ എന്താണ് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ അവയുടെ അത് സ്ഥാനം, പിന്നെന്താണ് അവിടുത്തെ ധാതു ലഭ്യത, പിന്നെ അവിടെ ലഭിക്കുന്ന ജലത്തിൻ്റെ ലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പുരുക്ക് ശേഖരം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നീ ജില്ലകളിലും കൽക്കരി താൽച്ചർ മേഖലയിലും കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇരുമ്പുരുക്ക് ശേഖരം എവിടെയാണ് കർണാടകയിൽ കാണപ്പെടുന്നത്, ഒഡീഷയിൽ കാണപ്പെടുന്നത്. കിയോഞ്ചർ എന്ന് പറയുന്ന ജില്ലയിലുണ്ട്, സുന്ദർഗഡ് ജില്ലയിലുണ്ട്, മയൂർഭഞ്ച് എന്ന് പറയുന്ന ജില്ലയിലും, പിന്നെന്താണ് ദാൽച്ചർ എന്ന മേഖലയിൽ നിന്നാണ് ധാരാളം കൽക്കരി നിക്ഷേപവും കാണപ്പെടുന്നു. റൂർക്കേലയിലും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിച്ച മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ശൃംഖലയും ഉണ്ട്. അവ വഴി എന്താണ് അവിടുത്തെ വ്യവസായ വികസനത്തിന് സഹായമാണ്. കൂടാതെ ദൈർഘ്യമേറിയ തീരദേശ പ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറി. ഓക്കെ, നമ്മളൊരു പിക്ചർ തന്നിട്ട് എന്താണ് ഒഡീഷയുടെ എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഒഡീഷയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എന്താണ് അതായത് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതായത് എന്താണ് നമ്മുടെ കടലിൻ്റെ തീരത്താണ് കിടക്കുന്നത്. ഓക്കെ, ഒരേ സമയം എന്താണ് നമ്മുടെ ആഭ്യന്തര വിപണിയുമായി ബന്ധിപ്പിക്കാൻ പറ്റും, ഒരേ സമയം എന്താണ് അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധിപ്പിക്കാൻ പറ്റും. പാരാദ്വീപ് തുറമുഖമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഒഡീഷയിൽ എന്താണ് ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരിന് നിക്ഷേപമുള്ള ഏതൊക്കെ ജില്ലയിലാണ്? കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച്. പിന്നെ കൽക്കരി നിക്ഷേപം എവിടെയുണ്ട്? താൽച്ചർ ജില്ലയിലും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഒഡീഷയിലുള്ള എന്താണ് ബൃഹത്തായ റോഡ് ശൃംഖലയും പിന്നെ എന്താണ് നമ്മുടെ റെയിൽവേ സംവിധാനം വഴി എന്താണ് ഈ ഇവിടുത്തെ എന്താണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും സാധിക്കുന്ന വഴി അവിടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു സപ്പോർട്ടാണ് ഒഡീഷ എന്ന സംസ്ഥാനം നൽകുന്നത്. ഓക്കെ, പിന്നെ നമ്മളെന്താണ് പാരാദ്വീപുകളുടെ തുറമുഖം വഴി എന്താണ് നമുക്ക് അന്താരാഷ്ട്ര വിപണിയിലോട്ട് എന്താണ് നമുക്കൊരു വാതിൽ അവിടെ തുറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഒഡീഷയ്ക്ക് എന്താണ് ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഉൽപ്പാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപ്പാദന വ്യവസായത്തെ സ്വാധീനിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ? ഒന്ന് എന്താണ് ആ ഒരു പ്രദേശത്തിൻ്റെ ഭൂഘടന, പിന്നെ അവിടുത്തെ കാലാവസ്ഥ, ജലം, ഊർജ്ജം, പിന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന എന്താണ് അസംസ്കൃത വസ്തുക്കൾ. ബേസ് പോയിന്റ് തന്നെയാണ് നമുക്ക് ലോജിക്ക് വെച്ച് അടിക്കാൻ പറ്റും. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂഘടന, കാലാവസ്ഥ, ഊർജ്ജം, അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ എന്തായിരിക്കും ഭൂമിശാസ്ത്രപരമായ അല്ലാത്തത്? എന്തായിരിക്കും? ഒന്ന് ഗതാഗത സൗകര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഗതാഗത സൗകര്യം, അതായത് അല്ലെങ്കിൽ റോഡ് ശൃംഖലയോ റെയിൽവേ സംവിധാനങ്ങളോ മറ്റൊന്നും ഇല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും പുറത്തോട്ട് എത്തിക്കും, വിപണിയിലോട്ട് എത്തിക്കാൻ കഴിയില്ല. ഓക്കെ, അത് അവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ് മൂലധനം, പൈസ ഇറക്കില്ലെങ്കിൽ നടക്കില്ല. പിന്നെന്താണ് സംഘാടനം, നല്ലൊരു എന്താണ് ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു സംവിധാനം അവിടെ വേണം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ചുമ്മാ ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. അതായത് പുതിയ വിപണിയെ കണ്ടെത്താൻ എന്താണ് ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി ഉള്ള ഒരു സംവിധാനം അവിടെ വേണം. ഓക്കെ, അപ്പോൾ എന്താണ് മൂലധനം വേണം, ഗതാഗതം വേണം, നല്ലൊരു സംഘാടനം വേണം. പിന്നെന്താണ് വിപണി, ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റിയൊരു വിപണി നമ്മൾ കണ്ടെത്തണം. അതിൻ്റേതായ ഒരു മാർക്കറ്റ് എവിടെയാണ് നമ്മൾ കണ്ടെത്തണം. പിന്നെന്താണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെൻറ് എന്താണ് പുതിയ പുതിയ വരുമ്പോൾ എന്താണ് നികുതി ഇളവ് അവർക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്താണ് ഈ നികുതി ഇളവ് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് എന്താണ് കയറി വരാനുള്ളൊരു സംവിധാനം ഒരുക്കുകയാണ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അതിനെ സ്വാധീനിക്കുന്നു. തൊഴിലാളികളെ ലഭ്യത, നല്ല അടിപൊളി തൊഴിലാളികൾ, അതായത് നല്ലൊരു മാൻ പവർ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഭൂമിശാസ്ത്രപരമായ അല്ലാത്ത ഘടകങ്ങളാണ്. ഒന്ന് മൂലധനം വേണം, സംഘാടനം, വിപണി, ഗവൺമെൻറ്റിൻ്റെ ഓരോ നയങ്ങൾ, പിന്നെ ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ഉൽപ്പാദന വ്യവസായത്തിൻ്റെ എന്താണ് വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ അല്ലാത്ത ഘടകങ്ങൾ. ഓക്കെ, അതൊരു എന്താണ് സിമ്പിൾ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അടുത്തതാണ് മലിനീകരണം എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഉൽപ്പാദന വ്യവസായത്തെ പറ്റി പറഞ്ഞു, ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ലോഹധാതുക്കളും ധാതുക്കളെ വേർതിരിക്കുന്ന ലോഹധാതുക്കളൊന്നും അലോഹധാതുക്കളൊന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ KGF പറ്റി പറഞ്ഞു. അവിടെ ആദ്യമായി ബ്രിട്ടീഷുകാർ നടത്തിയ എന്താണ് ഭൂപടത്തിന് വേണ്ടി നടത്തിയ ഗവേഷണത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത എന്താണ് മലിനീകരണം? എന്തായിരിക്കും നമുക്ക് കേൾക്കുമ്പോൾ അറിയാം എന്താണ് മലിനീകരണം എന്നുള്ളത്. എന്താണ്
നമ്മുടെ വായു, നമ്മുടെ ജലവും മണ്ണിൻ്റെയൊക്കെ എന്താണ് സ്വാഭാവിക സവിശേഷതകളും അതേ ഒരു ഘടന തന്നെ മാറ്റുന്ന ഒരു ഒരു പ്രവൃത്തിയാണ്, ഒരു മാറ്റുന്ന രീതിയാണ് മലിനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഓക്കെ, മലിനീകരണത്തിന് മെയിൻ കാരണം നമ്മൾ അമിതമായ ചൂഷണവും അശാസ്ത്രീയമായിട്ടുള്ള നമ്മളെ ഇടപെടലുമാണ് മലിനീകരണത്തിന് കാരണമാകുന്നത്. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണ്. പരിസ്ഥിതിയുടെ പുനർജീവന ശേഷി ഇത് ബാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മളെ വായു, ജലവും മണ്ണൊക്കെ ഇങ്ങനെ മലിനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെയും പിന്നെ മറ്റ് ജീവജാലങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വിവിധ മലിനീകരണങ്ങൾ. വായു മലിനീകരണത്തിന് പ്രധാന കാരണം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ എന്നിവ അന്തരീക്ഷത്തിൽ മലിനമാക്കുന്നു. ഇത് പ്രകൃതിക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. ഓക്കെ, അപ്പോൾ വായു മലിനീകരണം നമ്മുടെ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ, സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ വിഷവാതകങ്ങളാണ്. ഇവ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യത്തിനും പ്രശ്നമാണ്. പിന്നെ ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ നയിക്കും. അത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു. അപ്പോൾ മലിനീകരണം നമ്മുടെ വായുവിൻ്റെയും മണ്ണിൻ്റെയും ജലത്തിൻ്റെ അവയുടെ ഘടന, അവയുടെ സ്വാഭാവിക സവിശേഷത തന്നെ മാറ്റം വരുന്ന രീതിയാണ് മലിനീകരണം. മലിനീകരണത്തിന് മെയിൻ കാരണം മനുഷ്യൻ്റെ അമിതമായ ചൂഷണവും അശാസ്ത്രീയമായ രീതികളുമാണ് മലിനീകരണത്തിന് മെയിൻ കാരണം. അപ്പോൾ വായു മലിനീകരണം നമ്മൾ പറഞ്ഞു. വായു മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന വിഷവാതകങ്ങൾ നമ്മൾ പറഞ്ഞു. സൾഫർ ഡയോക്സൈഡ്, മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അടുത്ത ജലമലിനീകരണം. എന്തായിരിക്കും ജലമലിനീകരണം? അതായത് നമ്മുടെ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലം. അതിൽ ഒരുപാട് വിഷപദാർത്ഥങ്ങളുണ്ട്. ഇവ നമ്മുടെ തോട്ടിലോട്ടോ നദികളിലോട്ടോ ഒക്കെ പുറന്തള്ളുമ്പോൾ അത് മലിനമാകുന്നു. ഓക്കെ, അപ്പോൾ അതുവഴി ആ ജലത്തെ ആ ഒരു നദിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരെ, നമ്മളെ മനുഷ്യനുൾപ്പെടെ ഒരുപാട് പേരെ അത് ദോഷകരമായി ബാധിക്കുന്നു. ധാരാളം രോഗങ്ങളും മറ്റും പിടിപെടുന്നു. ഓക്കെ, അപ്പോൾ ജലമലിനീകരണം സിമ്പിൾ കാര്യമാണ്, വായിച്ചു വിടാവുന്ന പോയിന്റ്സ് അതിലുള്ളൂ. അടുത്ത മണ്ണ് മലിനീകരണം എന്തായിരിക്കും? വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, പിന്നെ ഈ വേസ്റ്റുകൾ, പിന്നെ നമ്മൾ അമിതമായി രാസവള പ്രയോഗം നടത്തിയ മണ്ണിൻ്റെ ഘടനയും പിന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളും നശിക്കുന്നു. അതുവഴി മണ്ണ് മലിനപ്പെടുന്നു. ഓക്കെ, അത് നമുക്ക് മെയിനായിട്ട് ഇവിടെ വലുതായിട്ട് PSCക്ക് ഒരു ചോദിക്കാൻ പറ്റുന്ന മേഖല ആയിരിക്കില്ല ഇത്. കാരണം ഇതിലൊന്നും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഒന്നുമില്ല. അടുത്ത ശബ്ദ മലിനീകരണം വ്യവസായശാലകളിൽ നിന്ന് പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട വായു മലിനീകരണത്തെ പറ്റിയും ശബ്ദ മലിനീകരണത്തെ പറ്റിയും ജലമലിനീകരണത്തെ പറ്റിയും മണ്ണ് മലിനീകരണത്തെ പറ്റി അത് ബേസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇത് വലുതായിട്ടൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് നോക്കി വയ്ക്കാം. ആ വിഷവാതകങ്ങൾ കാരണം സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥേൻ ഇവയൊക്കെ പ്രധാന വായു മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന വിഷവാതകങ്ങളാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബാക്കി വായിച്ചു വിടാന്നുള്ളത് സിമ്പിൾ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത വിഭവശോഷണം. എന്തായിരിക്കും വിഭവശോഷണം? ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങൾ അശാസ്ത്രീയമായ ഉപയോഗവും വിഭവശോഷണത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതു സ്രോതസ്സുകളുടെയും ശോഷണത്തിന് കാരണമാകുന്നു. അതായത് വിഭവശോഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഉൽപാദനം ഇങ്ങനെ വർദ്ധിപ്പിക്കണം. കാരണം ഒരുപാട് ലാഭം കിട്ടുമ്പോൾ ഇനിയും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ ലാഭം കൊയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഓക്കെ, ഇതുവഴി വനനശീകരണം, നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത നഷ്ടപ്പെടുന്നു, നമ്മുടെ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ കോട്ടം നട്ടുന്ന രീതികളാണ്. ഓക്കെ, അടുത്താണ് പ്രാദേശിക അസമത്വം. പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മേഖലയിൽ മാത്രം നമ്മൾ പറഞ്ഞു. നേരത്തെ കോലാർ ഗോൾഡ് ഫീൽഡ് KGFനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ ഒരു മേഖല ഘടന വന്നപ്പോൾ ആ ഒരു മേഖല ചുറ്റുവട്ടത്ത് കിടക്കുന്ന പ്രദേശം മാത്രം വികസിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ മാത്രം വികസനം അതൊരു ആ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രാദേശിക അസമത്വം പറയുന്നതാണ് ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യസ്തങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ധാതു ലഭിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രദേശം വികസിച്ചു വന്നത്. അപ്പോൾ ഇതുപോലെ ധാതു സമ്പത്തും മറ്റും ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഈ ഒരു വികസനം എത്തില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഈ ഒരു പ്രദേശത്തെ നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അവിടെ വലിയ ഗതാഗത സൗകര്യങ്ങളും മറ്റൊന്നുമില്ല. ഒരു സ്ഥലത്തൊരു വ്യവസായശാലയോ മറ്റും വരുമ്പോഴാണ് അവിടുത്തെ റോഡ് ശൃംഖല വികസിക്കുന്നതും
അങ്ങോട്ടേക്ക് കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുമ്പോൾ അവിടെ ഒരുപാട് വീടുകൾ വരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ എല്ലാം ആ ഒരു മേഖലയെ ചുറ്റിപ്പറ്റി വരുന്നു. അപ്പോൾ അതെന്താണ് ആ ഒരു ഗ്രാമം വലിയൊരു നഗരമായി മാറും. ഒരു നഗരവൽക്കരണം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യവസായശാലകളോ മറ്റൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമായിരിക്കും. അവിടുത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം കുറവായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതുവഴി ഒരു പ്രാദേശിക അസമത്വം തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. കുടിയേറ്റം. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. അപ്പോൾ കുടിയേറ്റം ഒന്നുകിൽ സ്ഥിര താമസത്തിനും പോവാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടും പോവാം. ഓക്കെ. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും വികസിതമായ വ്യാവസായിക പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത ഗുണനിലവാരത്തിനും വേണ്ടി കുടിയേറുന്നു. ഇതിൻ്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത കൂടുന്നു. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ അവിടെ ഒരു വലിയൊരു വ്യവസായം വന്നപ്പോൾ, ഒരു ഇൻഡസ്ട്രി വന്നപ്പോൾ നമ്മുടെ അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശത്തുള്ള എല്ലാവരും അങ്ങോട്ട് പോയി താമസിക്കും. ഓക്കെ, അപ്പോൾ അവിടെ വഴി ആളുകൾ തിങ്ങിപ്പാർത്ത് അവിടെ ജനസാന്ദ്രത കൂടുന്നു. അപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അവിടെ ജനസാന്ദ്രത കൂടുമ്പോൾ സ്ഥല സൗകര്യങ്ങൾ കുറയുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും. നഗരവൽക്കരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ ഗ്രാമങ്ങളിലും ഇങ്ങനത്തെ വ്യവസായങ്ങളും മറ്റും വരുമ്പോൾ അതും മാറി അവിടുത്തെ സൗകര്യങ്ങൾ മാറി നഗരം എന്ന് പറയുന്ന ഒരു ലേബലിലോട്ട് മാറും. ഓക്കെ. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യയുടെ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിനും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാവരും തിങ്ങിപ്പാർക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധന ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറാൻ കാരണമാകുന്നു. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയിലും വൻതോതിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മാറ്റങ്ങൾക്കും കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് തിങ്ങിപ്പാർക്കുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഘടന തന്നെ മാറുന്നു. പിന്നെ അവിടുത്തെ ഒരു സാമ്പത്തിക ഘടനയും തന്നെ മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വായിച്ചു വിടാന്നുള്ള പോയിന്റാണ്. നമുക്കറിയാന്നുള്ള കാര്യം തന്നെ നമ്മൾ കൊച്ചിലേ നമ്മൾ പഠിച്ചു തന്നെയാണ്. ഓക്കെ, അടുത്ത സുസ്ഥിര വികസനം. അപ്പോൾ സുസ്ഥിര വികസനം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കുറച്ച് പ്രകൃതി വിഭവങ്ങളുണ്ട്. ഇവ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മുൻവീക്ഷണം ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഇവ തീർന്നു പോകും. അപ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് വേണം. ഓക്കെ, അപ്പോൾ അവർക്കൊന്നാണ് ഇതിൻ്റെ ഇവ കൊണ്ടുള്ള പ്രയോജനം അവർക്ക് ലഭിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ, പരിമിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ അമിതമായ ഉപയോഗം നമ്മുടെ പരിസ്ഥിതി മലിനീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാവി തലമുറ നാളേക്കും വേണ്ടി നമ്മുടെ ഭൂമി നമ്മൾ ബാക്കി വയ്ക്കണം. ഓക്കെ, ഭാവി തലമുറയ്ക്ക് വേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. അതായത് ഭാവി തലമുറയ്ക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം വരുത്തരുത്. ഓക്കെ, എന്നിട്ട് കോട്ടം വരുത്തരുത്. പിന്നെ നിലവിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുകയും വേണം. അപ്പോൾ ആ രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. അതായത് നമ്മുടെ ആവശ്യവും നടക്കണം, പിന്നെന്താണ് ഭാവി തലമുറയ്ക്ക് അവർക്ക് വേണ്ടി കരുതി വയ്ക്കുകയും ചെയ്യണം. അതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, പിന്നെന്താണ് അവയുടെ ഉപയോഗം കുറയ്ക്കുക, വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്നതൊക്കെ ഉപയോഗിക്കുക. എന്നാണ് സുസ്ഥിര വികസനത്തിൻ്റെ ചില മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടന 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഈ 17 ലക്ഷ്യങ്ങളും നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന SCRT ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഈ 17 സ്കൂൾ ടെസ്റ്റിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 17 പഠിച്ചേ പറ്റൂ, ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 2030 ഐക്യരാഷ്ട്ര സംഘടന സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 17 ലക്ഷ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2030 നമ്മുടെ ലോകം സുസ്ഥിര വികസനം കൈവരിക്കുന്നതിന് വേണ്ടി ആ 17 ലക്ഷ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിലില്ല. പക്ഷേ അങ്ങോട്ട് വരുന്ന ചാപ്റ്ററിൽ അത് പഠിക്കാണ്ട് 17 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണ്, 9ാം ക്ലാസ്സിലെ ഏതൊരു ചാപ്റ്ററിലാണെന്ന് പറയുന്നത്. 17 പറഞ്ഞിട്ടുണ്ട്, പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ സുസ്ഥിര വികസനം നമ്മുടെ ഭാവി തലമുറയ്ക്ക് അവർക്ക് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റണം. ആ രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. നമ്മുടെ UN 2030 സുസ്ഥിര വികസനം കൈവരിക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി 17 ലക്ഷ്യങ്ങൾ 2015 രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ നല്ലൊരു പാഠമാണ് പഠിച്ചത്. അതിൽ ഒരുപാട് നമുക്ക് കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് ഒരു ലോജിക്ക് വെച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു വായന തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ വേറെ കുറച്ച് നല്ല പോയിൻറ്റ്സ് പഠിച്ചു. നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായത്തെ പറ്റി നല്ലൊരു പോയിൻറ്റ്സ്, അടിസ്ഥാന വ്യവസായം എന്നുള്ളൊരു പേര്, നല്ലൊരു
വാക്കാണ്, അത് നമ്മൾ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ സുസ്ഥിര വികസനത്തിൽ നമ്മൾ താഴെ ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ്, അത് ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വീണ്ടും ഈ പാഠം ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഓക്കെ, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് പാഠം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്ടാ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണ്ടാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്ടാ നല്ലോണം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്തൊരു SCRT ക്ലാസ്സിൽ കാണാം. ബൈ.